ഈസ്റ്റർ തിരുനാളിന് പിറ്റേന്ന് ഈ ലോകത്തോട് വിടവാങ്ങി ആഗോള കത്തോലിക്ക സഭാ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രാദേശിക സമയം രാവിലെ 7:35 മാർപ്പാപ്പയുടെ അന്ത്യമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് 88-കാരനായ ഫ്രാൻസിസ് പാപ്പയുടെ അന്ത്യം. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ കഴിഞ്ഞ മാർച്ച് 23 ഡിസ്ചാർജ് ചെയ്ത് വത്തിക്കാനിലെ വസതിയിലേക്ക് കൊണ്ടുവന്നത്. സ്വവസതിയിൽ വെച്ചാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിച്ചത്. ബെനഡിക്ട് 16 പിൻഗാമിയായി 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 12 വർഷക്കാലം മാർപ്പാപ്പയായി സേവനം ചെയ്തു. ലാറ്റിൻ അമേരിക്കക്കാരനായ ആദ്യ മാർപ്പാപ്പ കൂടിയാണ് പോപ്പ് ഫ്രാൻസിസ്. 2 കരളിനെയും ന്യൂമോണിയ ബാധിച്ച നിലയിലാണ് മാർപ്പാപ്പയെ കഴിഞ്ഞ ഫെബ്രുവരി 14 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 കരളുകളിലും അണുബാധ തീവ്രമായതിനെ തുടർന്ന് ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. പിന്നീട് ആരോഗ്യനിലയിൽ പുരോഗതി വന്നതോടെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ അന്തിമ ചടങ്ങുകൾ എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ വത്തിക്കാൻ സ്ഥിരീകരണം നൽകും.